ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്റ്റാൻഡ് ഫോർ ദ ലിവിംഗ് വേർഡിന്റെ പ്രത്യേകമായിട്ടും പ്രേ വിത്തൗട്ട് സീസിങ് എന്ന പ്രോഗ്രാം, അതിൻ്റെ തന്നെ 239ാമത്തെ പ്രേയർ സൂം മീറ്റിംഗിലാണ് നാം ഇപ്പോൾ കൂടിയിരിക്കുന്നത്. അതിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരിമാരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല, വീണ്ടും ഇത് യൂട്യൂബിൽ കൂടിയൊക്കെ കാണുന്നവർക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. നാം പ്രാർത്ഥനയ്ക്കാണല്ലോ കൂടി വന്നിരിക്കുന്നത്. പ്രാർത്ഥനയിൽ നമ്മെ വളരെ എൻകറേജ് ചെയ്യുന്ന സങ്കീർത്തനക്കാരൻ പ്രത്യേകമായിട്ടും പറയുന്നത്, സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, നിങ്കിലേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു. അതിനായിട്ടാണ് നാം ഇപ്പോൾ വന്നിരിക്കുന്നത്. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. നാമും ഇന്ന് ഇവിടെ കൂടി വന്നിരിക്കുന്നത് നമുക്ക് പലവിധമായ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ഉണർത്തിക്കാനുണ്ട്, സ്തോത്രം ചെയ്യുവാനുണ്ട്. കഴിഞ്ഞ ഒരു വർഷം നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ കൂടി തന്നെ നമ്മൾ യാചിച്ചിട്ട് ലഭിച്ച അനേക കാര്യങ്ങൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാനുണ്ട്. നമ്മൾ നന്ദിയുള്ളവരാണ്. ഇനിയും നമുക്ക് നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച് നമുക്ക് വളരെ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ നമുക്ക് ഒന്നിച്ച് ചേർന്ന് ഏക മനസ്സോടെ ഏക ഹൃദയത്തോടെ അവിടുത്തെ സന്നിധിയിൽ നമ്മൾ യാചന അർപ്പിക്കുമ്പോൾ ദാസിയുടെ കണ്ണ് യജമാനന്റെ കത്തിയുടെ കയ്യിലേക്ക് എന്ന പോലെയാണ് നമ്മൾ നോക്കുന്നത്. അവിടുന്ന് കൃപ ലഭിക്കുവോളം നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാം. ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് ഞാനൊന്ന് പറയട്ടെ. അത് പ്രൈസ് ആൻഡ് ഓപ്പണിംഗ് പ്രെയർ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സിസ്റ്റർ എൽസി ബേബിയാണ്. നമ്മുടെ പാട്ട് പാടുവാനായിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം ആസനത്ത് കണ്ണൻ നമ്മോടുകൂടെ ഉണ്ട്. അവിടുത്തെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പ്രത്യേകമായ മെസ്സേജ് തരുവാനായിട്ടുള്ളത് ആലപ്പുഴയിൽ നിന്നും വാടക്കൽ എന്ന സ്ഥലത്ത് സുവിശേഷ വേല ചെയ്യുന്ന സെബാസ്റ്റ്യൻ സഹോദരന്റെ കുടുംബമുണ്ട്. അവിടുത്തെ അദ്ദേഹത്തിന്റെ പ്രിയതമ ആനി സെബാസ്റ്റ്യൻ ആണ് നമ്മളോട് മെസ്സേജുമായിട്ട് വന്നിരിക്കുന്നത്. 20 മിനിറ്റത്തെ മെസ്സേജാണ് നമുക്ക് ഉള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് വിവിധ ഗ്രൂപ്പുകളിലായിട്ട് നമ്മൾ പ്രെയറിനായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നതായിരിക്കും. ക്ലോസിംഗ് പ്രെയറിനായിട്ട് കുമ്പനാട്ടിൽ നിന്നും ശാന്തമ്മ ജോണും നമ്മളോട് ചേർന്നിട്ടുണ്ട്. ദൈവനാമത്തെ മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ഇപ്പോൾ പ്രൈസ് ആൻഡ് ഓപ്പണിംഗ് പ്രെയറിനായിട്ട് എൽസി ബേബി സഹോദരിയെ ക്ഷണിക്കുന്നു. താങ്ക് യു സിസ്റ്റർ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. സ്വർഗത്തിൽ വസിക്കുന്നവനും പരിശുദ്ധനുമായ ഞങ്ങളുടെ പിതാവേ, അവിടുത്തെ പാദപീഠത്തിൽ ഇതാ ഞങ്ങൾ വീണ്ടും മുട്ടുകുത്തുന്നു. അവിടുത്തെ പാദത്തിൽ വരുവാൻ തക്കവണ്ണം ആ കൃപാസനത്തിന്റെ മുമ്പാകെ മുട്ടുകുത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർത്ത കർത്താവായ യേശുക്രിസ്തുവിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിന്റെ ഭവനത്തിൽ ദൈവമക്കളായി വീണ്ടും ജനിക്കുവാൻ തന്ന മഹാഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം. ഇത്ര വലിയ പദവി ഞങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം ഞങ്ങളിൽ എന്ത് യോഗ്യതയാണ് നീ കണ്ടത്. ദാവീദ് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്കും നിന്റെ സന്നിധിയിൽ വരുമ്പോൾ ഞങ്ങളെ തന്നെ താഴ്ത്തി ഞങ്ങൾ തൃപ്പാദത്തിൽ വീണ്ടും സമർപ്പിക്കുന്നു. ഇന്നത്തെ ഈ മീറ്റിങ്ങിനെ കുറിച്ച് നീ കേട്ടല്ലോ കർത്താവെ. നിന്റെ കൃപയാലാണ്, നിന്റെ അരുളപ്പാടിൽ കൂടെയാണ് ഞങ്ങൾ ഇന്ന് നിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നത്.
ഇന്ന് അവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും നിന്റെ നാമത്തിന് മാത്രം മഹത്വം കരയേറ്റുവാൻ തക്കവണ്ണം നീ സഹായിക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ ഓരോരുത്തരും അവരവരുടെ കൃത്യങ്ങൾ നിർവഹിക്കുവാൻ തക്കവണ്ണം സഹായിക്കണം. പ്രത്യേകിച്ച് ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ടാണ് കൂടി വന്നിരിക്കുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പലതുണ്ട്. അത് നീണ്ട പട്ടിക ഞങ്ങളുടെ മുമ്പാകെ ഉണ്ട്. അതെല്ലാം ഞങ്ങൾ തൃപ്പാദത്തിൽ നിരത്തി വയ്ക്കുമ്പോൾ സ്വർഗം കടാക്ഷിച്ച് അത് കേട്ട് തക്ക സമയത്ത് ഉത്തരം അരുളണം എന്ന് ഞങ്ങൾ നിന്നോട് യാചിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയെല്ലാം നീ ശ്രദ്ധ വെച്ച് കേട്ടുകൊണ്ട് സ്തോത്രം. ലീഡ് ചെയ്യുവാൻ നിന്റെ മകൾ കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവിയോടുകൂടെ തന്നെ നിന്റെ മകൾ അത് ചെയ്യുന്നു. അത് ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർത്തിരിക്കാൻ നന്ദി പറയുന്നു. പാട്ടുപാടുന്ന ആസനത്തിനായി സ്തോത്രം. നിന്റെ മകളോട് കാണിച്ച നിന്റെ ദയ ഓർത്ത് ഞങ്ങൾ കൊടാനുകൂടി നന്ദി പറയുകയാണ്. അവളുടെ താലന്തുകളെ കൊണ്ട് വ്യാപാരം ചെയ്യുവാൻ തക്കോണം. അവൾ കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോഴും നഷ്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും നീ അവളോട് കൂടെ ഇരുന്ന് അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു പിതാവാണെന്ന് ഞങ്ങൾക്ക് രുചിച്ചറിയുവാൻ തക്കോണം സഹായിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. അവളെയും അവളുടെ പൈതലിനെ, അവളുടെ ഭർത്താവിനെ, അവളുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ പ്രത്യേകം സഹായിക്കണമേ. ഞങ്ങൾക്ക് വചനം പറഞ്ഞു തരുവാൻ കർത്താവെ അനിസബാസിനെ നീ അയച്ചിരിക്കാൻ നന്ദി പറയുന്ന ആ ഭവനത്തിനായി സ്തോത്രം. നിന്റെ നാമത്തിന് വേണ്ടി അവർ പോരാടുന്നു. അത് നിന്റെ നാമത്തിന്റെ മഹിമയ്ക്കായി തീർന്ന അനേക ആത്മാക്കളെ നേടുവാൻ തക്കോണം ആ ഭവനത്തിൽ കൂടെ നീ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം ഞങ്ങൾ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ നിരത്തി വയ്ക്കുമ്പോൾ ഞങ്ങളുടെ അന്തരംഗത്തിൽ നിന്ന് തന്നെ പ്രാർത്ഥിപ്പാൻ തക്കോണം, സ്തോത്രത്തോടുകൂടെ അത് അറിയിപ്പാൻ തക്കോണം. കർത്താവ് നിന്റെ വചനത്തിൽ പറയുന്നത് പോലെ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട, നിന്റെ ഓരോ ആവശ്യങ്ങളും സ്തോത്രത്തോടുകൂടെ അറിയിക്കുമ്പോൾ സകല ബുദ്ധിയും കവിയുന്ന സമാധാനം കൊണ്ട് നിറയ്ക്കാമെന്നുള്ള വാഗ്ദത്ത പ്രകാരം ഞങ്ങൾ ഇതാ തൃപ്പാത്തിൽ വീണ്ടും മുട്ടുകുത്തുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രസ്താവിക്കുമ്പോൾ കർത്താവെ സ്വർഗം സന്തോഷിക്കുവാനും അത് അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയായി രൂപാന്തരപ്പെടുവാനും അത് അതാത് സമയങ്ങളിൽ അതിൻ്റെ ഉത്തരം ലഭിച്ച് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുവാനും അനേക സ്തോത്രങ്ങൾ നിന്റെ തിരുനിവാസത്തിലേക്ക് ഉയരുവാനും ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ അവസാന പ്രാർത്ഥന ചെയ്യുവാൻ കർത്താവ് നിന്റെ മകളെ നീ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്യുന്ന ഓരോ ശുശ്രൂഷകളും ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് തക്ക മഹത്വം അല്ല, ഞങ്ങൾ ആരും ഒരു മഹത്വം എടുക്കുവാൻ നീ അനുവദിക്കരുതേ എന്ന് ഞങ്ങൾ യാചിക്കുകയാണ്. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമാണ് ഞങ്ങൾ കൂടി വന്നിരിക്കുന്നത്. നിന്റെ മക്കളാണ്, നിന്റെ രക്തം കൊണ്ട് വിലക്കി വാങ്ങിയ നിന്റെ മക്കൾ ആ കൃപാസനത്തിന്റെ മുമ്പാകെ തക്ക സമയത്ത് കൃപ ലഭിപ്പാൻ കൃപാസനത്തിലേക്ക് അടുത്തു വരുവാൻ നീ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കാൻ ആ വിശ്വാസത്തോടുകൂടെ തന്നെ തൃപ്പാത്തിൽ ഇതാ ഞങ്ങൾ വീണ്ടും മുട്ടുകുത്തുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം ഉത്തരം നൽകിയിരിക്കാൻ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. താങ്ക് യു എൽസി ആൻറ്റി. നമുക്ക് 2 പാട്ടുകൾ കേൾക്കാം. ആസനത്ത് കണ്ണൻ കുറച്ച് നാളത്തെ ബ്രേക്കിന് ശേഷം നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് ശ്രുതിമധുരമായ പാട്ടുകൾ കേൾക്കാൻ ഉണ്ട്. അതാണ് 147 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവയെ സ്തുതിപ്പിൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. അങ്ങനെയുള്ള ആ കീർത്തനം പാടാൻ പ്രത്യേകമായ ഒരു വരം ലഭിച്ച ചിലരുണ്ട്. ദാവീദിനെ പോലെ, ആസാഫിനെ പോലെ ഒക്കെ തന്നെ അല്ലേ. അതും ആസനത്തിനും അതുപോലെ ഒരു വരം ലഭിച്ചിട്ടുണ്ട്. അത് ദൈവനാമ മഹത്വത്തിനായിട്ട് അത് വ്യാപാരം ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സോ ഓവർ ടു യു ആസനത്ത്. ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ സന്തോഷത്തോടും ദൈവത്തോടും ഒരുപാട് നന്ദിയോടും കൂടി അടിയിൽ വീണ്ടും വലിയൊരു ബ്രേക്ക്, ചെറിയൊരു ബ്രേക്ക് അല്ലായിരുന്നു, വലിയൊരു ബ്രേക്കിന് ശേഷം വരാനായിട്ട് കർത്താവ് വഴിയൊരുക്കി. വന്ദനം യേശുപര, നിനക്കെന്നും വന്ദനം യേശുപര എന്ന് തുടങ്ങുന്ന ആ ഗാനം പാടി നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
വന്ദനമീശ്വരാ നിനക്കെന്നും വന്ദനമീശ്വരാ വന്ദനമീശ്വരാ നിനക്കെന്നും വന്ദനമീശ്വരാ വന്ദനം ചെയ്യുന്നു നിന്നടിയാ തിരുനാമത്തിനാദരവാ വന്ദനം ചെയ്യുന്നു നിന്നടിയാ തിരുനാമത്തിനാദരവാ നിന്നും സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനായി നിന്നും സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനായി തന്ന നിന്നുന്നതമാം കൃപയ്ക്കായി വന്ദനം ചെയ്തിടുന്നു തന്ന നിന്നുന്നതമാം കൃപയ്ക്കായി വന്ദനം ചെയ്തിടുന്നു. നിൻരുതിരമതിനാൽ പ്രതിഷ്ഠിച്ച ദൈവപുതുവഴിയായി നിൻരുതിരമതിനാൽ പ്രതിഷ്ഠിച്ച ദൈവപുതുവഴിയായി നിന്നടിയാർക്കു പിതാവിൻ സന്നിധി വന്നിടവേ സദയം നിന്നടിയാർക്കു പിതാവിൻ സന്നിധി വന്നിടവേ സദയം ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പോഴും കൈക്കൊള്ളാം ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പോഴും കൈക്കൊള്ളാം പാത്രത ഏതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാകോ പാത്രത ഏതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാകോ. വാനദൂതഗണങ്ങൾ മനോഹര ഗാനങ്ങളാൽ സതതം വാനദൂതഗണങ്ങൾ മനോഹര ഗാനങ്ങളാൽ സതതം ഊനമെന്നേക്കുമെത്തി സ്തുതിക്കുന്ന വാനവരെ നിനക്ക് ഊനമെന്നേക്കുമെത്തി സ്തുതിക്കുന്ന വാനവരെ നിനക്ക് മന്നവൻ മന്നവൻ നീ മനോകൂലത്തേനു രക്ഷാകരൻ നീ മന്നവൻ മന്നവൻ നീ മനോകൂലത്തേനു രക്ഷാകരൻ നീ നിന്നും പ്രഭാവമുള്ളോ പിതാവിന്റെ സന്നിധി നീയല്ലയോ നിന്നും പ്രഭാവമുള്ളോ പിതാവിന്റെ സന്നിധി നീയല്ലയോ. നീ ഒഴികെ ഞങ്ങൾക്കു സുരലോകിയാരുള്ളു ജീവനാഥ നീ ഒഴികെ ഞങ്ങൾക്കു സുരലോകിയാരുള്ളു ജീവനാഥ നീ ഒഴികെ ഇടത്തിൽ മറ്റാരുമില്ലാതിരു പാർപ്പരനേ നീ ഒഴികെ ഇടത്തിൽ മറ്റാരുമില്ലാതിരു പാർപ്പരനേ വന്ദനം ഈശ്വരാ നിനക്കെന്നും വന്ദനം ഈശ്വരാ വന്ദനം ഈശ്വരാ നിനക്കെന്നും വന്ദനം ഈശ്വരാ വന്ദനം ചെയ്യുന്നു നിന്നടിയാ തിരുനാമത്തിനാദരവാ വന്ദനം ചെയ്യുന്നു നിന്നടിയാ തിരുനാമത്തിനാദരവാ. ക്രിസ്തുവിലും ദൈവത്തിന് സ്തോത്രം. അടുത്തതായിട്ട് നമ്മൾ സന്തോഷത്തിലിരിക്കുമ്പോഴും സങ്കടത്തിലിരിക്കുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് കർത്താവ് വേഗം വരണം എന്നാണ്. ദൈവം തൻ്റെ തക്ക സമയത്ത് വരും. പക്ഷെ അതുവരെ നമ്മൾ ആഗ്രഹിച്ച് കർത്താവിനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ ദുഃഖവും സന്തോഷവും ഒക്കെ തരുന്ന ജീവിതത്തിൽ നമ്മളെ കർത്താവ് നമ്മൾ വേറൊരു പാട്ടിങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, ഇനി എങ്ങനെ ഈ ഭൂവാസം തുടർന്നിടുന്നത് എന്ത് പ്രയാസം. അപ്പം പാട്ട് എഴുതുമ്പോൾ അവർ കഷ്ടതയിൽ എഴുതുന്നതാണ് അവർ. അപ്പം ദൈവത്തിൻ്റെ സമയത്ത് വരുന്നത് വരെ
ദൈവം വരുന്നത് വരെ നമുക്ക് ദൈവം കൃപയും തരും. അങ്ങനെ നമ്മൾ ദൈവത്തിനെ കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നവരാണ്. നമ്മുടെ ഒരു കുഞ്ഞു സഹോദരി ഇപ്പം കല്യാണം കഴിഞ്ഞ് കല്യാണത്തിന് മുമ്പ് എഴുതിയതാണ്. നമ്മുടെ സരസ്വതി മോൾ എഴുതിയ ഒരു പാട്ടുണ്ട്. ദൈവമേ വന്നിടണേ, യേശുനാഥ വേഗം നീ വന്നിടണേ, പ്രാർത്ഥന കേൾക്കണമേ എന്ന ഈണത്തിൽ എഴുതിയ പാട്ടാണ്. അപ്പം ആ കാര്യം കേട്ട് ഞാൻ ആ പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നു. എല്ലാവരും പ്രാർത്ഥന അറിയിക്കുന്നു എന്ന് അപേക്ഷിക്കുന്നു. ദൈവത്തിൽ സ്നേഹിക്കുന്നു.
വചനത്തെ എന്തോ പറയണ്ടേ? ദൈവനാമത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. നന്നായി പാടി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇനിയും അടുത്തതായിട്ട് നമ്മുടെ മെസ്സേജിന്റെ ഇതിലേക്ക് പോവുകയാണ്. ആനി സെബാസ്റ്റ്യൻ നമ്മുടെ മീറ്റിങ്ങുകൾക്കൊക്കെ സാധാരണ കടന്നു വരുന്ന ഒരു സഹോദരിയാണ്. അവരെ വാടക്കൽ എന്ന് പറയുന്ന ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സ്ഥലത്ത് കുടുംബമായിട്ട് സുവിശേഷ വേല ചെയ്യുന്ന ഒരു സഹോദരിയാണ്. നമുക്ക് 20 മിനിറ്റാണ് സഹോദരിക്ക് വചനത്തിനായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് സഹോദരിയെ അതിനായിട്ട് ക്ഷണിക്കുന്നു. ദൈവനാമം മാറ്റപ്പെടുമാറാകട്ടെ. എനിക്ക് ഈ നിലയിൽ ദൈവസന്നിധിയിലായപ്പോൾ വല്യവനായ ദൈവം അവിടെ ഇടയാക്കി, അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ എസ്തേറിന്റെ പുസ്തകത്തിൽ നിന്നും ഒരു ചെറിയ ഒരു ആലോചന പറയാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും എസ്തേറിന്റെ പുസ്തകം നന്നായിട്ട് അറിയാവുന്നതാണ്. ഞാനത് പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് എസ്തേറിന്റെ പുസ്തകത്തില് ഒരു സ്ത്രീയുടെ പേരിൽ അറിയപ്പെടുന്ന 2 പുസ്തകങ്ങളിൽ ഒന്നാണ് എസ്തേറിന്റെ പുസ്തകം. ഒന്ന് രൂത്താണ്, രണ്ടാമത്തെ പുസ്തകമാണ് ഇത്. ഈ പുസ്തകത്തിൽ ദൈവം എന്ന പദം ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ സുവ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. എസ്രായുടെ പുസ്തകം 6 അധ്യായം 7 അധ്യായത്തിന് ഇടയിലുള്ള 60 വർഷങ്ങളിലാണ് ഈ എസ്തേറിന്റെ പുസ്തകത്തിലെ സംഭവങ്ങൾ നടക്കുന്നത്. നെഹമ്യാവിന്റെ പുസ്തകം കഴിഞ്ഞിട്ടാണ് എസ്തേറിന്റെ പുസ്തകം കൊടുത്തിരിക്കുന്നതെങ്കിലും നെഹമ്യാവിന്റെ പുസ്തകത്തിന് മുമ്പുള്ളതാണ് എസ്തേറിന്റെ പുസ്തകത്തിലെ സംഭവങ്ങൾ നടക്കുന്നത്. കോരശ് രാജാവിന്റെ വിളംബരം അനുസരിച്ച് സ്വദേശത്തേക്ക് പേർഷ്യയിൽ നിന്നും മടങ്ങിപ്പോകാതെ കുറച്ച് യഹൂദന്മാർ അവിടെ തന്നെ താമസിച്ചിരുന്നു. അവരുടെ പ്രയോജനത്തിനായി എഴുതപ്പെട്ടതാണ് ഈ പുസ്തകം. എസ്തേർ എന്നുള്ള പേര് തന്നെ ഒരു പേർഷ്യൻ പേരാണ്. അവരുടെ പഴയ പേര് ഹദസ്ത എന്നാണ്. അഹശ്വേരോശ് രാജാവിന്റെ BC 483 വസ്തി രാജ്ഞിയെ അഹശ്വേരോശ് രാജാവ് രാജസ്ഥാനത്ത് നിന്നും മാറ്റുന്നത്. അത് കഴിഞ്ഞുള്ള 4 വർഷക്കാലം ഈ അഹശ്വേരോശ് രാജാവ് ഗ്രീസിനോട് പോയി യുദ്ധം ചെയ്യുകയായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ BC 464 നമ്മുടെ എസ്തേർ രാജ്ഞി അവിടെ വിവാഹിതയാകുന്നത്. പിന്നെ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് അവരുടെ ഒരു സംരക്ഷണത്തെയാണ് നമ്മൾ അവിടെ കാണിക്കുന്നത്. ഈ പുസ്തകത്തിലാണെങ്കിൽ വാക്തത്വങ്ങൾ ഇല്ല, അവരുടെ പ്രത്യേക ദൂതുകളൊന്നും ഇല്ല, പ്രവചനങ്ങളൊന്നും ഇല്ല. എനിക്ക് ഈ പുസ്തകത്തിൽ നിന്നും നമ്മുടെ എസ്തേറിനെ കുറിച്ച് 2 കാര്യം പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ 2-ാം അധ്യായം, എസ്തേർ 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. എസ്തേർ 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. മൊർദെഖായി കൽപ്പിച്ചതുപോലെ എസ്തേർ തന്റെ കുലവും ജാതി അറിയിക്കാതെ ഇരുന്നു. എസ്തേർ മൊർദെഖായിയുടെ അടുക്കൽ വളർന്നപ്പോഴത്തെ പോലെ തന്നെ പിന്നെയും അവന്റെ കൽപ്പന അനുസരിച്ച് പോന്നു. ഇതാണ് ഞാൻ എസ്തേറിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു പാഠം. കാര്യം ഇപ്പൊ എസ്തേർ എവിടെയാണ്? രാജസ്ഥാനത്താണ്, രാജ്ഞിയായിട്ടിരിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ എസ്തേർ ഈ പേർഷ്യൻ രാജ്യത്തിൽ അവൾ ഒരു അടിമ, ഒരു ബാലിക. അവൾക്ക് അച്ഛനില്ല, അമ്മയില്ല, സഹോദരങ്ങൾ ആരുമില്ല. അവൾക്ക് ആകെ ഉള്ളത് ഒരു ചിറ്റപ്പൻ മാത്രമാണ്. ആ ചിറ്റപ്പൻ അവളെ ഒരു കാര്യം പഠിപ്പിച്ചു, കൽപ്പന പഠിപ്പിച്ചു. അവിടെ യൗവനത്തിൽ അവൾ എങ്ങനെ ആ ചിറ്റപ്പന്റെ കൂടെ ആയിരുന്നപ്പോൾ ആ ചിറ്റപ്പനെ അനുസരിച്ചോ അതുപോലെ തന്നെയാണ് അവൾ ആ രാജകുമാരി ആയിരുന്നപ്പോഴും ആ കൽപ്പന അനുസരിക്കുന്നത്. ഈ കൽപ്പന എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത്, ഞാനും ദൈവവും അല്ലെങ്കിൽ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിനുള്ള ഒരു മാർഗനിർദ്ദേശമാണ് കൽപ്പന. അല്ലെങ്കിൽ ദൈവത്തോടുകൂടെ നടക്കുവാനുള്ള ഒരു വഴികാട്ടിയാണ് കൽപ്പന. ഇതാണ് കൽപ്പന. ഈ കൽപ്പന ഇസ്രായേൽ ജനത്തിന് ദൈവം ആദ്യമായി ഒരു കൽപ്പന കൊടുത്തിട്ടുണ്ട്.
ഇസ്രായേൽ ജനത്തിന്റെ കൽപ്പന എന്താണ്, ദൈവം കൊടുത്തിരിക്കുന്ന കൽപ്പന എന്താണ്, എന്ത് കൽപ്പനയാണ് നമ്മുടെ മോർദെഖായി എസ്തേറിനെ പഠിപ്പിച്ചത്? അത് ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. 4-ഉം 5-ഉം വായിക്കുക. ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. അപ്പൊ ദൈവം കൽപ്പിച്ചിരിക്കുന്ന വചനങ്ങൾ അത് ഹൃദയത്തിൽ ഇരിക്കണം. നമ്മുടെ എസ്തേറിന്റെ ജീവിതത്തിൽ ആ വചനങ്ങൾ അവളുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. അവള് വിവാഹം കഴിച്ച് ഒരു രാജകുമാരിയായി ജീവിച്ചപ്പോഴും എസ്തേർ തൻ്റെ ദൈവകൽപ്പന, അല്ലെ തൻ്റെ ചിറ്റപ്പൻ പഠിപ്പിച്ച ആ ന്യായപ്രമാണം, ആ ദൈവിക കൽപ്പന അവൾ ഉപേക്ഷിച്ചിട്ടില്ല. അവൾ അത് അതേ നില തന്നെയാണ് അനുസരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തിൽ ഒരു സദൂക്യൻ കർത്താവിനോട് വന്ന് ചോദിക്കുന്നതാണ്. വൈദികനാണ്. അവനെ പരീക്ഷിച്ച്, ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയതെന്ന് ചോദിച്ചു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമതുമായ കൽപ്പന. നമ്മുടെ കർത്താവ് തന്നെ ആ കൽപ്പന കാര്യം മോശയ്ക്ക് കൊടുത്തിരിക്കുന്ന ആ കൽപ്പന, ഇസ്രായേൽ ജനത്തിന് കൊടുത്തിരിക്കുന്ന ആ കൽപ്പന ഇന്ന് നമ്മളോട് നമ്മുടെ കർത്താവ് വളരെ ഉറപ്പും ധൈര്യവുമായി പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ പൂർണ്ണമായും കാര്യം അതേ ഇത് തന്നെയാണ് മാർക്കോസ് 12:29 ഉണ്ട്. ലൂക്കോസ് 10:27 നമ്മൾ വായിക്കുന്നുണ്ട്. അതിന് അവിടെ അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവനും അവകാശിയായി തീരുവാൻ എന്തു ചെയ്യണം എന്നു അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അവൻ അവനോട്, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, ആ ദൈവവചനം നമ്മളോട് പറയുന്നത് പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ശക്തിയോട്. ആ കാര്യം നമ്മുടെ പഴയ നിയമത്തിൽ പറയുമ്പോൾ പൂർണ്ണ ആത്മാവോടും കൂടെ ദൈവത്തെ സ്നേഹിക്കണം എന്ന് പറയുന്നു. ഈ ഇങ്ങനെ പൂർണ്ണമായി എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് പൂർണ്ണനായിട്ടുള്ളത്. നമുക്ക് ആ കർത്താവിനെ മാത്രമാണ് നമ്മൾ കർത്താവിന്റെ പിൻഗാമികളായി കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന നമ്മൾ, കർത്താവായ യേശുക്രിസ്തു നമ്മളോട് എന്ത് കൽപ്പിച്ചിരിക്കുന്നു, നമ്മൾ ഏത് നിലയിലാണ് പൂർണ്ണമായി ജീവിക്കേണ്ടത്, നമ്മളിപ്പോ ഇവിടെ വായിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോട് നമ്മൾ വേറൊരു വചനത്തിൽ വായിക്കുന്നത് ഹൃദയം എല്ലാത്തെക്കാളും കപടം നിറഞ്ഞത്, അത് ആരാഞ്ഞറിയുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുന്നു. പിന്നെ വേറെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഇരു മനസ്സുള്ളവരെ ദൈവം പറക്കുന്നു. അപ്പൊ നമ്മുടെ ഹൃദയം എപ്പോഴും ശുദ്ധിയായിരിക്കണം. നമ്മൾ സയൻസ് പരമായി നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം ശരിയായി നടന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ആകെ താറുമാറായി പോകും. അതുപോലെയാണ് ദൈവം നമ്മളോട് പറയുന്ന പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും. പൂർണ്ണ ശക്തി, നമ്മുടെ എനർജി, അതെല്ലാം നമ്മുടെ കർത്താവിന്റെ കരങ്ങളിൽ പൂർണ്ണമായി അങ്ങ് സമർപ്പിക്കുക. നമുക്ക് യാതൊന്നുമില്ല. നമ്മളെ തന്നെ സമർപ്പിച്ച് ആ കർത്താവിന്റെ തിരുപ്പാത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവൻ നമ്മളെ വഴി നടത്തും, അവൻ നമ്മളെ സൂക്ഷിക്കും, നമുക്ക് വേണ്ടുന്നതെല്ലാം അവൻ തരുന്നു. അതുപോലെ തന്നെ ഒരു കാര്യവും കൂടെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. എസ്തർ 4:10 നീ ചെന്ന് ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെ ഒന്നിച്ചു കൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പിൻ. ഞാനും എൻ്റെ ബാല്യക്കാര്യത്തുകളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിന്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. നമ്മുടെ പഴയ ലിപിയിൽ എഴുതിയിരിക്കുന്നത് ഞാൻ മരിക്കുന്നുവെങ്കിൽ മരിക്കട്ടെ എന്ന്. പ്രിയ ദൈവമക്കളെ, എസ്തേറിന്റെ ആ സ്വഭാവം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അവൾ ഇന്ന് രാജകുമാരി
ആയിരുന്നിട്ട് പോലും തൻ്റെ ജനത്തിന് വന്നിരിക്കുന്ന കഷ്ടം, തൻ്റെ ജനത്തിന് സംഭവിക്കാൻ പോകുന്ന ആ നാശം അവൾ കണ്ടുകൊണ്ട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് അവളുടെ രാജകീയ സുഖ സൗകര്യങ്ങൾ, രാജകീയ പദവികളെല്ലാം ഉപേക്ഷിച്ച് അവളും ദൈവസന്നിധിയിൽ കരയുകയാണ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക, നമുക്ക് നമ്മളെ തന്നെ നമ്മുടെ ദൈവസന്നിധിയിൽ താഴ്ത്തുവാൻ നമ്മൾക്ക് കഴിയുന്നുണ്ടോ? ഞാൻ എന്നുള്ള ഒരു ഭാവത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? നമ്മൾ വേദപുസ്തകത്തിൽ ഞാൻ എന്ന ഭാവം കാണിച്ച ഒരാളുണ്ട്, ലൂസിഫേർ. കാര്യം എസെക്കിയേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്ന, ഞാൻ അത്യുന്നതനും മീതെ എൻ്റെ സിംഹാസനം വെക്കുമെന്ന്. അവിടെ ഞാൻ എന്നുള്ള ഭാവമാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പാടില്ലാത്ത ഒരു കാര്യമാണ് ഞാൻ എന്നുള്ള ഭാവം. നമുക്ക് ഈ പുതുവർഷം ദൈവം ദാനമായി തന്നു. കാര്യം ഓരോരുത്തർക്കും 2025 കടന്നുപോയി, 2026 ദൈവം നമുക്ക് ദാനമായി തന്നു. ഈ 26 എൻ്റെ ജീവിതം എങ്ങനെയാണ്? ഞാൻ എൻ്റെ കർത്താവിനെ പൂർണ്ണമായി സ്നേഹിക്കുന്നതാണ്. ഞാൻ എൻ്റെ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെയാണ് സ്നേഹിക്കുന്നത്. ഞാൻ എല്ലാ ഈ പരീക്ഷ പറയുന്നത് പോലെ, ആ ന്യായശാസ്ത്രി പറഞ്ഞത് ഞാൻ ഇതെല്ലാം അനുഷ്ഠിച്ചു വരുന്നു എന്നാണ്. നമ്മളും പലപ്പോഴും ഈ പരീക്ഷനെ പോലെ അല്ലേ, ഞാൻ ഇതെല്ലാം അനുഷ്ഠിക്കുന്ന ആളാണ്, എനിക്ക് ഇതെല്ലാം അറിയാം, എനിക്കിതൊന്നും പറഞ്ഞു തരണ്ട എന്ന് നമ്മൾ ചിന്തിക്കുന്നവരല്ലേ? പ്രിയ ദൈവമക്കളെ, നമുക്കത് പാടില്ല. കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധി വേണം. നമ്മുടെ എല്ലാം പൂർണ്ണ ശക്തി, എല്ലാ കാര്യവും നമുക്ക് ഒന്നും നമ്മുടേതെന്ന് പറയാൻ ഒന്നുമില്ല. എല്ലാം പൂർണ്ണമാണ്. ആ പൂർണ്ണമായിരിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ കയ്യിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മളെ എടുത്തുപയോഗിക്കും. അത് അവളുടെ ഇവിടെ കാണുന്ന അവളുടെ ആ താഴ്മയാണ്. ഞാനൊന്നും ഇല്ല എന്നുള്ള ആ ഒരു താഴ്മയിൽ അവൾ പറയുകയാണ്, ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. അങ്ങനെയല്ലേ, ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. കാര്യം ഞാൻ ഒന്നുമില്ല, ഞാൻ രാജ്ഞിയാണ്, സമ്മതിച്ച്. പക്ഷെ എങ്കിൽ തന്നെയും ഞാൻ ആരാണ്? അവളുടെ ജീവിതത്തിൽ അവൾക്ക് ഒന്നറിയാം, അവൾക്ക് ദൈവത്തിന്റെ കൽപ്പന അവൾ അനുസരിച്ച് ജീവിക്കുന്നവളാണ്. നമ്മൾ മീഖായേൽ 6:8 വായിക്കുന്നത്, ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധി താഴ്മയുടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? പ്രിയ ദൈവമക്കളെ, നമ്മളോട് ദൈവം എന്താണ് ചോദിക്കുന്നത്? നമ്മുടെ ദൈവം നമുക്ക് ഓരോ ദിവസവും ദാനമായി തരുമ്പോൾ നമ്മൾ എന്താണ് ആ ദൈവത്തിന് കൊടുക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഏത് നിലയിലാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് എന്നും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും ദൈവത്തെ സ്തുതിക്കുന്നത് എന്നും നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. യെശയ്യാവ് 57:15 താഴ്മയുള്ള മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുമെന്നാണ്. കാര്യം ദൈവം എസ്തേർ തന്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചപ്പോൾ അവളുടെ ജീവിതത്തിൽ ചൈതന്യം വന്നു. നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ താഴ്ത്തി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കും ചൈതന്യം ഉണ്ടാവും. ഹോശിയ 6:6 പറയുന്നത്, യാഗത്തിലല്ല ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവ പരിജ്ഞാനത്തിലും ദൈവം പ്രസാദിക്കുന്നു. നമ്മുടെ കർത്താവ് എന്തിലാണ് പ്രസാദിക്കുന്നത്? നമ്മുടെ യാഗത്തിലാണോ? നമ്മുടെ ദാനധർമ്മങ്ങളിലാണോ? അതോ നമ്മുടെ മറ്റു പ്രവൃത്തികളിലാണോ ദൈവം പ്രസാദിക്കുന്നത്? നമ്മൾ എങ്ങനെയാണ് നമ്മുടെ അനുദിന ജീവിതം നമ്മുടെ കർത്താവ് എങ്ങനെയാണ്? ഞാൻ എൻ്റെ കർത്താവിനെ എല്ലാ ദിവസവും ഉണർന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ദൈവം ഇന്ന കാര്യങ്ങൾ തന്നിട്ടുണ്ടോ? അത് ഞാൻ പൂർണ്ണ ഹൃദയത്തോടാണ്? അതോ ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ആ ഉള്ളിലുണ്ടാകുന്ന അഹങ്കാര സ്വഭാവത്തിലാണോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടതാണ്. പ്രിയ ദൈവമക്കളെ, ഞാൻ എൻ്റെ മകനോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. കാര്യം അവനിങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ ഒരു പന്തുകളിക്കാരൻ, ലോക സഹജമായ ഒരു പന്തുകളിക്കാരന് ഉണ്ടായിരിക്കേണ്ട 7 ഗുണങ്ങൾ അവൻ എന്നോട് പറഞ്ഞു. അവർക്ക് നിഗളം പാടില്ല, ദിവ്യാഗ്രഹം പാടില്ല, മോഹം പാടില്ല, കോപം പാടില്ല, കൊതി പാടില്ല, അസൂയ പാടില്ല, മടി പാടില്ല. ഇത്രയും കാര്യങ്ങൾ ഒരു ഫുട്ബോൾ കളിക്കാരന് ഒരു കോച്ച് നിർദ്ദേശിക്കുമ്പോൾ ആദ്യമായി പറഞ്ഞു കൊടുക്കുന്ന ലോകപ്രകാരമുള്ള 7 കാര്യങ്ങൾ. നമ്മുടെ വേദപുസ്തകത്തിൽ മരണപകരമായ 7 പാപങ്ങളെ കുറിച്ച് പറഞ്ഞു. ആ പാപങ്ങളെല്ലാം ഇതിൽ പെടുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളതുണ്ട്. നിഗളമുണ്ട്, ദിവ്യാഗ്രഹമുണ്ട്, അത്യാഗ്രഹമുണ്ട്, കോപമുണ്ട്, നമുക്ക് അസൂയയുണ്ട്, നമുക്ക് അലസമായ ഒരു മനോഭാവം ഉണ്ട്. ഇത് നമ്മൾ ചിന്തിക്കണം. ഒരു പന്തുകളിക്കാരൻ തൻ്റെ ജീവിതത്തിൽ ഈ വക കാര്യങ്ങളെല്ലാം വെടിഞ്ഞുകൊണ്ടാണ് അവൻ ഒരു പന്ത് കളിക്കാൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നത് എങ്കിൽ
ദൈവമക്കളെ, നമ്മുടെ ജീവൻ തന്ന്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവൻ തന്ന് നമ്മളെ രക്ഷിച്ച നമ്മൾ എങ്ങനെ ആയിരിക്കണം, നമ്മുടെ ജീവിത അനുദിന ജീവിതം എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ തന്നെ ശോധന ചെയ്യണം. കാര്യം ഞാൻ പറയുന്നുണ്ടെങ്കിൽ എന്നെ കൂടെ ചേർത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ദൈവത്തിന്റെ വചനം ഇരുവാൾ തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ അസ്ഥികളെയും സന്ധിമജ്ജകളെയും തുളച്ചു ചെല്ലുന്നതാണ്. കാര്യം ദൈവത്തിന്റെ വചനം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുന്നതാണ്. കർത്താവ് ഈ വചനം, ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ഞാൻ ഈ ദൈവവചനം പറയുമ്പോൾ ആ ദൈവവചനം കൊണ്ട് തന്നെ ദൈവം എന്നെ ശിക്ഷ വിധിക്കും. കേൾക്കുന്ന നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ദൈവമക്കളെ, നമ്മുടെ ജീവിതം വിശുദ്ധിയോടുകൂടി ആക്കി കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതം ദൈവിക കൽപ്പന അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു അനുഗ്രഹം. കാര്യം എസ്തേർ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചപ്പോൾ ആ ദേശത്തിലെ രാജ്ഞിയായി അവൾ തിരഞ്ഞെടുത്തു. അവൾ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ അവൾ ദൈവത്തെ സ്നേഹിച്ചപ്പോൾ അവൾ ആ ദേശത്തിലെ രാജ്ഞിയായി തിരഞ്ഞെടുത്തു. രണ്ടാമത്, തന്റെ ജനമായ യഹൂദന്മാർക്ക് നേരെ ഉയർന്ന ഭീഷണി നിന്ന് എസ്തേർ അവരെ സംരക്ഷിച്ചു. കാര്യം ഒരു സ്ത്രീയാണ്, അവളൊരു നല്ല യൗവനക്കാരിയായ ഒരു യുവതിയാണ്. ആ യുവതിക്ക് ഈ ഒരു രാജ്യത്തിലെ യഹൂദന്മാരെ എങ്ങനെ രക്ഷിക്കാൻ കഴിഞ്ഞു? എൻ്റെ ദൈവമക്കളെ, അവളുടെ ജീവിതം, അവളുടെ കാലത്തിൽ പഠിച്ച ആ കൽപ്പന, ആ ന്യായപ്രമാണം, അതാണ് അവളുടെ ജീവിതത്തെ ഈ നിലയിൽ എത്തിച്ചത്. മൂന്നാമത്, യഹൂദന്മാരായ ശത്രുക്കളുടെ മേൽ ജയം നേടി. യഹൂദന്മാരായ ശത്രുക്കളുടെ മേൽ ജയം നേടുവാൻ വലിയവനായ ദൈവം എസ്തേറിനെ എടുത്തുപയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ സമസൃഷ്ടികളായ നമ്മുടെ സഹോദരങ്ങളെ നേടുവാൻ, നമ്മുടെ മക്കളെ നേടുവാൻ, നമ്മുടെ ബന്ധുജനങ്ങളെ നേടുവാൻ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നത്? നമ്മൾ പൂർണ്ണ ഹൃദയത്തോടാണ്, പൂർണ്ണ മനസ്സോടുകൂടെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്? നമ്മൾ താഴ്മയുള്ളവരാണോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്തുകൊണ്ട് ഈ വചനം നമ്മെ അനുഗ്രഹിക്കട്ടെ.